അംഗനവാടികളിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. 10-12 കുഞ്ഞുങ്ങളുള്ള അംഗനവാടിയിൽ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അംഗനവാടിയുടെ അതിൻ്റെ അന്തരീക്ഷം ആകെ മാറ്റുന്ന തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നമുക്കിന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിയും. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിലും പ്രാദേശിക ഭരണ സംവിധാനമായിട്ടുള്ള തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും വലിയ പ്രാധാന്യമാണ് നമ്മൾ നൽകുന്നത്. അതുകൊണ്ടാണ് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിക്കുക മാത്രമല്ല, മുഴുവൻ കുഞ്ഞുങ്ങൾക്കും സാർവത്രിക സൗജന്യ വിദ്യാഭ്യാസം എന്ന വാക്ക് പൂർണ്ണമായും യാഥാർത്ഥ്യമാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്കൂളിൽ പോയി പഠിക്കേണ്ട ഒരു വിദ്യാർത്ഥി, ഒരു കുഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന, പഠിക്കാൻ പോകാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കാഴ്ച കേരളം കാണാൻ കഴിയില്ല. അത്ര നല്ല ശ്രദ്ധയാണ് ഗവൺമെൻറ് മാത്രമല്ല പൊതുസമൂഹത്തിൻ്റെ മനസ്സിലടക്കം. ആ നിലയിലേക്ക് കേരളം മാറാൻ കഴിഞ്ഞത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ ശ്രദ്ധാപൂർവമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം. അങ്ങനെ കേരളത്തിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ രാജ്യത്തിന് മുന്നേ കഴിയുന്ന തരത്തിൽ, രാജ്യത്തെ ഏത് സംസ്ഥാനത്തേക്കാൾ മുന്നിൽ നമുക്കെത്താൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പള്ളിക്കൂടത്തിൽ നിന്ന് ആരംഭിച്ച് വിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ പല ഘട്ടങ്ങളിൽ ഇടപെടൽ. ഞാനിവിടെ തൊട്ടടുത്ത് ഷാജി സാറിനോട് സംസാരിക്കുകയായിരുന്നു. 125 വർഷക്കാലം പിന്നിടുന്ന ഈ വിദ്യാലയം സ്വാഭാവികമായും പഴയ ഏതെങ്കിലും കുടുംബങ്ങളോ ഏതെങ്കിലും മത പ്രസ്ഥാനങ്ങളോ ആരംഭിച്ച ഒരു വിദ്യാലയമായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം. അപ്പോൾ അത് വളരെ വളരെ ശരിയായിരുന്നു. അദ്ദേഹം തിരക്കിയപ്പോൾ ഇവിടുത്തെ ഒരു പുരാതനമായിട്ടുള്ള ഒരു കുടുംബം അവരുടെ സംഭാവനയാണ് ഇന്ന് കാണുന്ന വിദ്യാലയമായി മാറാൻ ഈ സ്കൂളിനെ പ്രേരിപ്പിച്ചത്. നമ്മുടെ പൊതു സ്ഥാപനങ്ങളെല്ലാം, അത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും മൃഗസംരക്ഷണ വകുപ്പിൻ്റെ വിവിധ സ്ഥാപനങ്ങളാണെങ്കിലും അംഗനവാടികളാണെങ്കിലും അതുപോലെ ഇതുപോലുള്ള ചെറിയ പ്രൈമറി സ്കൂളുകളാണെങ്കിലും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന എല്ലാ പൊതു പ്രസ്ഥാനങ്ങളെയും സമൂഹത്തിൻ്റെ മുൻകൈയിൽ പല വിധത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരായിരുന്ന അത്തരം പശ്ചാത്തലമുള്ള കുടുംബങ്ങളുടെ എല്ലാം സംഭാവനയായി ഉയർന്നു വന്നതാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളെ ശ്രദ്ധിക്കാൻ പൊതുസമൂഹം നല്ല താല്പര്യമെടുക്കുന്നത്. ഇവിടെ ഇത്ര വർഷത്തെ പഴക്കമുള്ള ഒരു വിദ്യാലയം എന്ന നിലയിൽ ഈ 125ാം വാർഷികം ആഘോഷിക്കുന്ന നിങ്ങളുടെ ഈ ഘട്ടത്തിൽ നിങ്ങൾ കാണേണ്ടുന്ന കാര്യം, ഈ സ്കൂളിൽ ഇന്നുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ചേ മതിയാവൂ എന്ന ചിന്തയാണ്. ഞാനിത് പറയാൻ കാരണം, നിരവധി സ്കൂളുകൾ, ഞാൻ അവിടെ ഓഫീസ് റൂമിൽ ഇരിക്കുമ്പോൾ ആ ഓഫീസ് റൂമിലെ ബോർഡിൽ നോക്കിയുണ്ട്. പ്രീ പ്രൈമറി എല്ലാം കൂടെ 40-42 കുട്ടികളാണ് അതിൽ കാണാൻ കഴിയും. അല്ലേ ടീച്ചറെ? അല്ലേ? ശരിയല്ലേ? കണക്ക് മൊത്തം കൂട്ടി നമ്മൾ സർക്കസ് ഒന്നും കാണിക്കരുത്. ഞാൻ ചോദിച്ച പ്രീ പ്രൈമറിയുടെ കാര്യമാണ്. 175 കുട്ടികളാണ് LP സ്കൂളിലുള്ളത്. ഒരു ക്ലാസ്സിൽ ഒന്നിലധികം ഡിവിഷൻ അതിൽ കണ്ടില്ല. ഉണ്ടോ? നല്ല കാര്യം. ഞാനിത് പറയാൻ കാരണം, ഷാജി സാറിനറിയാം, ഞാൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി തിരുവനന്തപുരം നഗരസഭയിലുള്ളപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ അൺഎക്കണോമിക് എന്ന് പറഞ്ഞ് പൂട്ടാൻ തീരുമാനിച്ച സ്കൂൾ പട്ടികയിലെ 10-16 സ്കൂളുകൾ ആ നഗരസഭയിലുണ്ട്. LP സ്കൂളിൽ 8 പേര്, 10 പേര്. UP തലത്തിൽ 20-22 പേര്, എല്ലാ ക്ലാസ്സിലും. അത്തരം സ്കൂളുകളെയാണ് പൊതുവിദ്യാലയ
സംരക്ഷണ യജ്ഞം എന്ന ഗവൺമെൻറ്റിൻ്റെ പദ്ധതി അനുസരിച്ച് അന്ന് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ എം.എ. ബേബിയാണ്. അങ്ങനെ താല്പര്യപൂർവ്വം സമൂഹത്തെ അതിനോട് അടുപ്പിച്ചുകൊണ്ട് പദ്ധതി തയ്യാറാക്കി പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോയപ്പോൾ അന്നത്തെ ഗവൺമെൻറ് ഏറ്റവും അധികം 1-ാം ക്ലാസ് വിദ്യാർത്ഥികൾ അഡ്മിറ്റ് ചെയ്യുന്ന സ്കൂളിന് 10 ലക്ഷം രൂപയുടെ ഒരു സമ്മാനം പ്രഖ്യാപിക്കുകയുണ്ട്. അന്ന് ആ സമ്മാനത്തിൽ പ്രഖ്യാപിച്ച ആദ്യ തവണ അത് ലഭിച്ചത് തിരുവനന്തപുരം നഗരസഭയിലെ മണക്കാട് TTAയിലെ സ്കൂളിലാണ്. 7 ക്ലാസ്സുകൾ, 7 ഡിവിഷനാണ് 1-ാം ക്ലാസ്, 7 ഡിവിഷനാണ് 1-ാം ക്ലാസ്സിൽ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോത്തങ്കോട് UP സ്കൂളിൽ 1200-1200 വിദ്യാർത്ഥികളാണ്. അപ്പോൾ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ നിരവധിയായിട്ടുള്ള വിദ്യാലയങ്ങളിൽ നല്ല ശ്രദ്ധാപൂർവമായ ഇടപെടലുണ്ടായാൽ നമ്മുടെ സമൂഹം ആ സ്കൂളിനെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക തന്നെ ചെയ്യും. അത് വെറുതെ ഞാൻ പ്രസംഗിക്കുന്ന പോലെ എല്ലാവരും കൂടെ പ്രസംഗിച്ചാലും ഉണ്ടാവില്ല. അതിൻ്റെ പിന്നിലൊരു ആത്മാർത്ഥമായ പരിശ്രമം PTA-ക്ക് ഉണ്ടാകണം. അധ്യാപകർക്ക് അതിലേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടാകണം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർന്നാൽ നമ്മുടെ വിദ്യാലയത്തിൽ നിങ്ങൾ ലക്ഷ്യമിടുന്ന തരത്തിലേക്കുള്ള ഒരു അന്തരീക്ഷത്തിലേക്ക് മാറാൻ കഴിയും. അതായിരിക്കണം ഈ 175 വർഷ ജൂബിലി ആഘോഷ പരിപാടിയിൽ ലക്ഷ്യം കാണേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാനിത് പറഞ്ഞത് വെറുതെ അല്ല. ഇവിടെ ഇതിനകത്ത് തന്നെ സ്കൂളിനെ സംബന്ധിച്ച് തടിക്കാട് ഗവൺമെൻറ് LPSൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ ഒരു സ്കെച്ച് കൊടുത്തിരിക്കുന്നു. ഞാൻ ആ നോട്ടീസ് ഇവിടെ ഇരുന്നാണ് കണ്ടത്. അതിൽ 3 നില കെട്ടിടമാണ്, ബഹുനില കെട്ടിടമാണ്. ബഹുനില കെട്ടിടത്തിലേക്ക് നമ്മുടെ സ്കൂൾ മാറുന്നു എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ കഴിയണം. അങ്ങനെ ലക്ഷ്യമിട്ടുകൊണ്ട് സ്കൂൾ അന്തരീക്ഷമാകെ മാറി. സ്കൂളിൻ്റെ ഇന്നുള്ള 12-13 അധ്യാപകരിൽ നിന്നും കൂടുതൽ അധ്യാപകരുള്ള ഒരു സ്ഥാപനമായി മാറണമെങ്കിൽ ക്ലാസ്സുകളുടെ എണ്ണം, ഡിവിഷനുകളുടെ എണ്ണം വർദ്ധിക്കണം. അതിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിയണം. അതിനേറ്റവും നല്ല സമ്പത്തെന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂളുകളെ സംബന്ധിച്ച് 50, 75, 100 വർഷത്തെ പാരമ്പര്യമുള്ള വിദ്യാലയങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള ഏറ്റവും വലിയ സമ്പത്ത്, വിലമതിക്കാനാകാത്ത സ്വർണ്ണ ഖനികളെന്ന് വേണമെങ്കിൽ പറയാം, നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള 2-3 തലമുറകളാണ്. ഈ പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനടക്കം ഈ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി എന്ന് പറഞ്ഞല്ലോ. അതുപോലെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് പുറത്തിറങ്ങിയ ആയിരക്കണക്കായിട്ടുള്ള വിവിധ തലങ്ങളിൽ, സാമൂഹ്യ രാഷ്ട്രീയ ഉദ്യോഗ മണ്ഡലങ്ങളിൽ വളരെ വലിയ ചുമതലകൾ വഹിക്കുന്ന നിരവധി പേരുടെ വിദ്യാലയം എന്ന നിലയിൽ അവരെയെല്ലാം സഹകരിപ്പിച്ചുകൊണ്ട് ഈ വിദ്യാലയത്തിന് കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്ന പരിപാടികളാകണം നിങ്ങളുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി വിവിധ രീതിയിലുള്ള വിവിധ തലങ്ങളിലുള്ള പൊതുപരിപാടികൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നാണ് സ്വാഗത പ്രാസംഗികൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ സ്കൂള് കൂടുതൽ ഉയരങ്ങളിലേക്ക് മാറുവാൻ സാധിക്കട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികൾക്കും, അധ്യാപകർക്കും, പൂർവ്വ വിദ്യാർത്ഥികൾക്കും, രക്ഷകർത്താക്കൾക്കും സന്തോഷത്തോടുകൂടി എൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ രജത ജൂബിലി വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ച് നിർത്തട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.